ഹായ് ഹലോ ഏഞ്ചലാണ്. അപ്പോൾ ഇന്ന് എമിലുക്കുട്ടന് സ്കൂൾ റീ ഓപ്പണിംഗ് ഡേ ആണ്. ആൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഡാഡിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സ്കൂളിലെ വിശേഷങ്ങളും ഞങ്ങൾ റെഡിയായി പോകുന്നതും സ്കൂളിലെ വിശേഷങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. റീ ഓപ്പണിംഗ് ഡേ ആണെങ്കിലും ഇന്ന് അവർ യൂണിഫോം ഇട്ട് തന്നെയാണ് കേട്ടോ പോവേണ്ടത്. അപ്പോൾ ഞാൻ എമിലുക്കുട്ടനെ രാവിലെ തന്നെ അങ്ങ് റെഡിയാക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇന്ന് ഹാഫ് ഡേ ഉള്ളൂ. ഞാൻ കൊണ്ടുപോകും, ഞാൻ തന്നെ പോരുകയും ചെയ്യും. 9:30 to 12:30 ഇന്ന് ഫങ്ഷൻ. അപ്പോൾ ഞാൻ ആളെ പെട്ടെന്ന് മുടിയൊക്കെ ചിക്കി റെഡിയാക്കി ആളെ വിടാനുള്ള ധൃതിയിലാണ്. അങ്ങനെ എൻ്റെ ചുന്ദരിക്കുട്ടി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ എമിലുക്കുട്ടനെ റെഡിയാക്കിയിട്ട് വേണം എനിക്കും റെഡിയാവാനായിട്ട്. അപ്പം ഞാനും അമ്മച്ചിയും എമിലുക്കുട്ടനും കൂടെയാണ് പോകുന്നതെന്ന്. അങ്ങനെ എമിലുക്കുട്ടനെ റെഡിയാക്കിയിട്ട് വേഗം ഞാൻ റെഡിയാകാൻ മാറി നിന്നു. ഞാൻ റെഡിയാകുന്ന നേരം കൊണ്ട് പിന്നെ അമ്മച്ചി അവളെ അങ്ങനത്തെ ഞങ്ങൾ 3 പേരും കൂടെ പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പം അനിയനും ഉണ്ട്, അനിയൻ കൊണ്ടാക്കാനായിട്ട് വന്നായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സ്തുതി കൊടുത്തിട്ട് അവൾ ഇറങ്ങിയത്. അപ്പം മഞ്ചമ്മ വന്നപ്പോൾ മഞ്ചമ്മയ്ക്ക് സ്തുതി കൊടുക്കാനായിട്ട് ഓടിയതാട്ടോ ആൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 3 പേരും ദീപും അനിയനും ഉണ്ടായിരുന്നു. ഞങ്ങൾ അനിയൻ കൊണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിത് പെട്ടെന്ന് ഇറങ്ങി. ഞാൻ ഇക്കൂടനെ പറ്റിച്ചാട്ടോ ഇറങ്ങുന്നത്. അവൾ മമ്മിയുടെ കൂടെ വരണമെന്നും പറഞ്ഞിട്ട് ബഹളമായിരുന്നു. പിന്നെ ഞാൻ മഞ്ജുവിനോട് ഡ്രസ്സ് മാറ്റിയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചകത്തോട്ട് വിട്ടു കേട്ടോ. ഇവിടെ ഒരാൾ ഷോ കാണിക്കാനായിട്ട് മേലയിലൊക്കെ കയറി അങ്ങ് നിൽക്കുവാണ് സ്കൂളിൽ പോകാനായിട്ട്. അങ്ങനത്തെ ഞങ്ങൾ തത്തുക്കുട്ടൻ്റെ സ്കൂളിലോട്ട് കയറുക കേട്ടോ. ഇതാണ് തത്തുക്കുട്ടൻ്റെ സ്കൂള്, കെ കാർമൽ സെൻട്രൽ സ്കൂൾ മുഹമ്മ. അങ്ങനെ പിന്നെ അവിടെ ഓരോ കാർട്ടൂൺസ് ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ തത്തുക്കുട്ടൻ അവരുമായിട്ട് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ മേലിലോട്ട് കയറി. ഇവരുടെ സ്കൂളിൻ്റെ ഓഡിറ്റോറിയം മേലിലാണ്. അപ്പം അവിടെ വെച്ചാണ് ഫംഗ്ഷൻ എല്ലാം നടക്കുന്നത്. എമിലുക്കുട്ടന് അന്നേരം തന്നെ എമിലുക്കുട്ടിൻ്റെ കൂട്ടുകാരെ കണ്ടതിന് സന്തോഷം കേട്ടോ. ഇതാണ് അൻവിയ, പിന്നെ മിഴി ഉണ്ടായിരുന്നു, നൈറ, എമിലുക്കുട്ടിൻ്റെ ആഗ്നസ്. ഇങ്ങനെ എമിലുക്കുട്ടിൻ്റെ ഫ്രണ്ട്സിനെല്ലാം കണ്ടപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. അൻവിയയുടെ മമ്മിയാട്ടോ എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. അങ്ങനെ ഞാനും അൻവിയയുടെ മമ്മിയും കൂടെ ആയിരുന്നു അവിടെ ഇരുന്നത്. ഇതാണ് അൻവിയയുടെ മമ്മി. ഈ പാട്ട് പാടി പിള്ളേരെയൊക്കെ എൻജോയ് ചെയ്യിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റായിട്ടുള്ള മിസ് ശാലിനി ആയിരുന്നു. ഇതാട്ടോ എമിലുക്കുട്ടൻ്റെ ഫ്രണ്ട്സ്, നൈറ, അൻവിയ, ആഗ്നസ്, മിഴിമോളില്ലേ ഇതിനകത്ത്. അങ്ങനെ നമ്മൾ എമിലുവിൻ്റെ ക്ലാസ്സിലോട്ട് വന്നു. നിൽക്കുന്നതാണ് പല്ലവി മാം. പല്ലവി മാമാണ് എമിലുവിൻ്റെ ക്ലാസ് ടീച്ചർ. ഇതാണ് LKG റാസ്ബെറി ക്ലാസ് റൂമാണിത്. അങ്ങനെ അതിനുശേഷം പിന്നെ മിസ്സ് നമുക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുമായിരുന്നു, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എല്ലാം. ഈ കാണുന്നതാണ് ഇവരുടെ LKGയുടെ ഹെഡ് മിസ്ട്രസ് മിസ് രൂപ ജയൻ. മിസ്സും നല്ല സ്നേഹം കേട്ടോ എമിലുക്കുട്ടൻ്റെ അടുത്ത്. ഭയങ്കര കാര്യമാണ്, കാണുമ്പോൾ തന്നെ മിസ് ഓടി വന്ന് വർത്താനം പറയും. അങ്ങനെ ഭയങ്കര സ്നേഹമുള്ള മിസ്സുമാരാട്ടോ ഇവരുടേത്. ഇത് ഇവർക്ക് ID കാർഡ് കിട്ടുന്നത് വരെ ഇവർ യൂസ് ചെയ്യേണ്ട സ്ലിപ്പാണ്. പിന്നെ അതിനുശേഷം ബുക്ക് പൊതിയാനുള്ള കുറച്ച് പേപ്പറോട് അവിടുന്ന് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ഗോപിക ചേച്ചി. ഇത് നാത്തൂൻ മഞ്ജുവിൻ്റെ, അതായത് അനിയത്തിയുടെ നാത്തൂനാട്ടോ. പിന്നെ ഈ കാണുന്നതാണ് അച്ചുക്കുട്ടൻ. അച്ചുക്കുട്ടനെ ഇതിന് മുന്നേയുള്ള വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവിടെ ഞങ്ങൾ നേരെ അപ്പുറത്തുള്ളൊരു ബേക്കറിയിലോട്ടാണ് പോയത്. കാര്യം ഒരുപാട് സമയം ലേറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അച്ചാച്ചൻ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും അനിയത്തിയും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അങ്ങനെ അവരുമായിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.